നമസ്കാരം. വാസ്തു സംബന്ധമായ വിഷയങ്ങൾ അറിയുവാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വിഷയം നമുക്കൊരു 10 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ 10 സെൻറ്റ് ഭൂമി കൈവശമുണ്ടെന്നിരിക്കട്ടെ. അവിടെ നമുക്കൊരു ഗൃഹം പണിയണം. അതെങ്ങനെ പണിയാം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ വിഷയം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സാധാരണ ഭൂമിയെ സമചതുരമായി 4 തുല്യ ഭാഗങ്ങളായി വീതിച്ചെടുക്കുക. അതായത് 4 ചതുരങ്ങളായി വീതിക്കുക. വീതിക്കുമ്പോൾ അതിൻ്റെ കന്നി ഭാഗം വരുന്ന, അതായത് കന്നി ഭാഗം വരുന്ന സമചതുരത്തിന് ദേവഖണ്ഡമെന്നും ഈശാന ഭാഗം വരുന്നതിനെ മനുഷ്യഖണ്ഡമെന്നും അഗ്നിഭാഗം വരുന്നതിന് മൃത്യുഖണ്ഡമെന്നും വായുകോണിൻ്റെ ഭാഗം വരുന്നതിന് അസുരഖണ്ഡമെന്നും പറയും. ഇത് മനുഷ്യഖണ്ഡത്തിലും ദേവഖണ്ഡത്തിലും മാത്രമേ ഗൃഹം പണിയാവൂ. അതല്ലാതെ മറിച്ച് മൃത്യുഖണ്ഡത്തിലെയോ വായുഖണ്ഡത്തിലെയോ ഗൃഹം പണിയുന്നത് തികച്ചും ദോഷകരമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കൊരു ഭൂമി ഉണ്ടെന്ന് കരുതി അതിൻ്റെ മധ്യത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഗൃഹം പണിയരുത്. അത് ദോഷമായി ഭവിക്കും. ഈ വിഷയം ഇഷ്ടമായെങ്കിലും അടുത്ത വിഷയങ്ങളിലെ പ്രധാന കാര്യങ്ങൾ അറിയുന്നതിനും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്ത വിഷയവുമായി വീണ്ടും കാണുന്നവരെ നമോ വന്ദനം.